ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഒരു ഗ്യാസ് സ്റ്റവ്, കത്താത്ത ഒരു ഗ്യാസ് സ്റ്റവ് ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഗ്യാസ് സ്റ്റവ് എടുത്തിട്ടുണ്ട്. ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റവ് എടുത്തത്. ഒരു കംപ്ലൈൻറ്റ് വരുന്ന ഈ ബർണറിൻ്റെ ഹോൾസുകൾ അടഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പ് ചെറുതായിട്ട് കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് കുറച്ച് മണ്ണെണ്ണ ഉപയോഗിച്ച് ആ ഹോൾസിൽ ഇങ്ങനെ കുത്തി ക്ലീൻ ആക്കി വെച്ചാൽ ഒരു കംപ്ലൈൻറ്റ് അതാണ് ഗ്യാസ് സ്റ്റൗവിന് വരുന്ന കംപ്ലൈൻറ്റ്. പിന്നെ വരുന്നത് ഈ ലോ ഫ്ലെയിമിൽ കത്തും ഗ്യാസ് സ്റ്റവ്. നമ്മുടെ ചില അടുപ്പുകൾ, വലിയ അടുപ്പോ അല്ലെങ്കിൽ ചെറിയ അടുപ്പോ ഏതെങ്കിലും ഒരെണ്ണം ലോ ഫ്ലെയിമിൽ കത്തും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഈ സേഫ്റ്റി പിന്നിന് ഉപയോഗിക്കുന്നത്, ഈ സേഫ്റ്റി പിന്ന് ചെറിയ വണ്ണുള്ളത് എടുക്കാൻ പാടില്ല. വണ്ണുള്ളത് എടുക്കരുത്, വളരെ നൈസായിട്ടുള്ള എടുക്കണേ. അപ്പോൾ ആ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടാണ്. ഇതിന് ജെറ്റ് എന്നൊക്കെ പറയും, ചിലർ നിപ്പിൾ എന്നൊക്കെ പറയും. അതിൻ്റെ നടുക്കൊരു ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിലൂടെയാണ് ഗ്യാസ് പുറത്തേക്ക് വരിക. അപ്പോൾ ആ ഹോൾസ് അടഞ്ഞാലും ഇത് ലോ ഫ്ലെയിമിൽ കത്തും. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ആ ഹോൾസിലൊന്ന് കുത്തി ക്ലീനാക്കി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കട്ടിംഗ് പ്ലെയർ ഉണ്ടെങ്കിൽ അത് ഊരിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അത് വലിയ ബർണറിൻ്റെ നിപ്പിളാണ്. അത് 77 അതിൻ്റെ നമ്പർ. രണ്ടിനും 2 നിപ്പിളാണുള്ളത്. ഒരെണ്ണത്തിന് ചെറിയ ഹോൾസും ഒരെണ്ണത്തിന് വലിയ ഹോൾസുമാണ്. അത് ഗ്യാസ് വരുന്ന അളവിനെ കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ടാണ് ചെയ്തത്. വലിയ ബർണറിന് വരുന്നിടത്ത് 77, അത് വലിയ ഹോൾസാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. 77 നമ്പർ കണ്ടിട്ടുണ്ടോ? അത് ആ നിപ്പിളിന് 77 ഉണ്ടാവും. അതിൻ്റെ നടുക്കുള്ള ഹോൾസ് കാണാൻ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഹോൾസ് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. അത് ഹോൾസ് അടഞ്ഞു കഴിഞ്ഞാലാണ് ഈ ലോ ഫ്ലെയിമിൽ കത്തുക. അതൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് കുത്തി കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റും. ഇത് ചെറിയ ബർണറിന് വരുന്നതാണ്. ഈ നിപ്പിൾ 58 ഇതിൻ്റെ നമ്പർ. കട്ടിംഗ് പ്ലെയർ ഉണ്ടെങ്കിൽ ഊരി ക്ലീൻ ആക്കാം. ഇപ്പോൾ ഈ ചെറിയ ജെറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള സേഫ്റ്റി പിൻ കയറുന്നില്ല. അപ്പോൾ നിങ്ങൾ വെണ്ണമല്ലാത്ത ഏറ്റവും നൈസായിട്ടുള്ള സേഫ്റ്റി പിന്നാണ് ഉപയോഗിക്കേണ്ടതിന്. നമ്മളിപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് തിരിച്ചത് തന്നെ ഫിറ്റാക്കിയാൽ മതി. ചിലപ്പോൾ ഈ അതിൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്, അത് അഴിച്ചു കഴിഞ്ഞാൽ ബർണർ ഊരാൻ കിട്ടും. ഊരാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ പിടിച്ച് വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഊരിയാലും മതി, അതേപോലെ തിരിച്ചിട്ടാലും മതി. ആ സൈഡ് കുറച്ച് ടൈറ്റാണ്, കുറച്ച് ബലത്തിൽ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റാൻ കഴിയും. പിന്നൊരു കംപ്ലൈൻറ്റ് വരുന്നത് മേലെ സൈഡിലൂടെ കത്തുന്ന കംപ്ലൈൻറ്റാണ്. അത് നമ്മൾ ഈ വെക്കുന്ന ബർണർ അടിയിലെ സാധനമായിട്ട് കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കൂടെ ലീക്ക് ആകുന്നതുകൊണ്ടാണ് ഈ സൈഡിലൂടെ കത്തുന്ന കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ആ ബർണറിൻ്റെ സെറ്റ് തന്നെ മാറ്റേണ്ടി വരും.